ഹായ് ഓൾ, എൽബിൻ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് MLM ഇൻഡസ്ട്രിയിലുള്ള പ്രൊഡക്റ്റിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ കമ്പനികളിലുള്ള പ്രൊഡക്റ്റിന്റെ പ്രാധാന്യം. ഒത്തിരി ആളുകൾ ഇന്നും പറയുന്ന ഒരു കാര്യമാണ് ഓപ്പർച്യൂണിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, പ്രൊഡക്റ്റിനല്ല എന്നത്. അപ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രൊഡക്റ്റിന്റെ പ്രാധാന്യം എന്ത് എന്നത്. ആദ്യമായി തന്നെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഡെഫിനേഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. സാധനമോ സേവനമോ ഇടനിലക്കാരോ പരസ്യമോ ഇല്ലാതെ ഉപഭോക്താക്കൾക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന വിപണന രീതിയെ പറയുന്ന പേരാണ് ഡയറക്ട് സെല്ലിംഗ്. അതാണ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഡെഫിനേഷൻ എങ്കിൽ ആ ഡെഫിനേഷനിൽ തന്നെ ഉള്ളൊരു കാര്യമാണ് പ്രൊഡക്റ്റ് എന്നത് അല്ലെങ്കിൽ സർവീസ് എന്നത്. അതിൽ നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാം. അപ്പൊ പ്രൊഡക്റ്റിനെ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് അതിന്റെ ഡെഫിനേഷൻ പോലും നിലനിൽക്കുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഓരോ കമ്പനികൾക്കും അവരുടെ പ്രൊഡക്റ്റ് നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റുകളാക്കി മാറ്റേണ്ടതിന്റെ ആവശ്യം അത്രയുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഒരുപാട് കമ്പനികളുണ്ട്, നല്ല നല്ല പ്രൊഡക്റ്റുകളുണ്ട്, നല്ല നല്ല റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ഒരുപാട് ബിഗിനിങ് കമ്പനികളുടെ പ്രൊഡക്റ്റുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. എന്ത് തന്നെ ആയിക്കോട്ടെ, ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവും. ശരിക്കും ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഓപ്പർച്യൂണിറ്റിക്കും പ്രാധാന്യമുണ്ട്, പ്രൊഡക്റ്റിനും പ്രാധാന്യമുണ്ട്. രണ്ടിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാനും എപ്പോഴും പറയാറുള്ളത്. നമ്മുടെ പ്ലാനൊക്കെ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നതും ഈവൻ ഞാൻ പോലും സജസ്റ്റ് ചെയ്യുന്നതും, നിങ്ങൾ ഒരു വ്യക്തിനോട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഓപ്പർച്യൂണിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റിയുടെ പ്രാധാന്യം കൃത്യമായിട്ട് ആദ്യമേ തന്നെ പറയണം. അത് പറഞ്ഞിട്ട് പിന്നീട് രണ്ടാമത്തെ ഷെഡ്യൂൾ പ്രൊഡക്റ്റിലേക്ക് എത്തണം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഓപ്പർച്യൂണിറ്റിക്ക് മാത്രമാണ് പ്രാധാന്യം, പ്രൊഡക്റ്റിന് പ്രാധാന്യമില്ല, ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ലിബിനും ബാക്കിയുള്ളവരെല്ലാവരും തന്നെ പറയുന്നത് എന്നതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. അതൊന്നും കൂടെ ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റിക്ക് പ്രാധാന്യമുണ്ട്, പ്രൊഡക്റ്റിന് പ്രാധാന്യമില്ല എന്നല്ല നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി പറഞ്ഞു തുടങ്ങി അതിലൂടെ പ്രൊഡക്റ്റിലേക്ക് ഇന്ന കാര്യങ്ങളൊക്കെ, ഇന്ന ബെനിഫിറ്റുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആകെ ചെയ്യേണ്ടത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഇത്രയും പ്രൊഡക്റ്റുകൾ ഉണ്ട്, ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ്, ഇതൊക്കെയാണ് ഇതിന്റെ റിസൾട്ടുകൾ. ഇത് നിങ്ങൾ വൺ ടൈം ആയിട്ട് പർച്ചേസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യാം. ആ രീതിയിലാണ് നമ്മൾ പ്ലാനൊക്കെ പറയേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഷെഡ്യൂൾ അതാണ്. അപ്പൊ എന്താ, ഓപ്പർച്യൂണിറ്റിക്ക് പ്രാധാന്യം കൊടുത്ത് പ്രൊഡക്റ്റിന് സെക്കൻഡ് ചോയ്സ് കൊടുത്ത് ആ രീതിയിൽ കൺവിൻസ് ചെയ്യുക. ഇതാണ് ആ ഒരു രീതി എന്ന് പറയുന്നത്. ഈ രീതി ഇങ്ങനെ പറയാൻ വേണ്ടി പറയുന്നതിന്റെ അർത്ഥം ഒരിക്കലും പ്രൊഡക്റ്റിന് പ്രാധാന്യമില്ല, ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡക്റ്റ് എടുക്കുന്നത്, ആ ഒരു അർത്ഥത്തിലല്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. കസ്റ്റമറിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ പറയേണ്ടതെന്ന് പറയും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് പറഞ്ഞിട്ട് പിന്നെ ഓപ്പർച്യൂണിറ്റിയിലേക്കും കടക്കേണ്ടി വന്നേക്കാം, പ്രൊഡക്റ്റ് ഇൻഡസ്ട്രി പറഞ്ഞിട്ട് പിന്നെ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടക്കേണ്ടി വന്നേക്കാം. ഇങ്ങനെ ഏത് രീതിയിലും എങ്ങനെ വേണമെങ്കിലും പ്രൊഡക്റ്റോ ഇൻഡസ്ട്രിയോ ബെനിഫിറ്റോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് ഏത് വേണമെങ്കിലും തുടങ്ങാം. എന്തിനു വേണമെങ്കിലും നമുക്ക് ഫസ്റ്റ് ഓപ്ഷനും കൊടുക്കാം, സെക്കൻഡ് ഓപ്ഷനും കൊടുക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നതും ഏറ്റവും കൂടുതൽ നിങ്ങൾ പറഞ്ഞു തുടങ്ങാൻ എളുപ്പവും അല്ലെങ്കിൽ ഒന്നും കൂടെ കൺവിൻസ് ചെയ്യാൻ നല്ലത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റി പറഞ്ഞതിന് ശേഷം പ്രൊഡക്റ്റിലൂടെ പോകുന്നതായിരിക്കും. ഇതാണ് എല്ലാവരും പറയാനുള്ള കാര്യം. എനിക്കും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു മെത്തേഡ് തന്നെയാണ്. ഇതൊക്കെ പറയുമ്പോഴും MLM ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് അല്ല, അത് പ്രൊഡക്റ്റ് ബേസ്ഡ് ആണെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. കാരണം ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് MLM ആകുന്നത്, ഇല്ലെങ്കിൽ അത് മണി റൊട്ടേഷൻ മാത്രമായിരിക്കും, അവിടെ പൈസയുടെ ഇടപാടുകൾ മാത്രമായിരിക്കും വരുന്നത്. അത് തീർച്ചയായിട്ടും ഇല്ലീഗലാണ്, നിങ്ങൾക്കറിയാം. ഒന്നത്. രണ്ട്, MLM ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പാണ് പ്രൊഡക്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിലനിൽപ്പ് പ്രൊഡക്റ്റ് തന്നെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, MLM ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ MLM ഒരു പാസീവ് മോഡൽ ബിസിനസ് ആണ്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇൻകം ആണ്. നമ്മൾ വർക്ക് എടുത്തില്ലെങ്കിൽ നമ്മൾ ഇന്ന് എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ട് നാളുകളിൽ നമുക്ക് കിട്ടുന്ന ഒരു മോഡൽ ബിസിനസ് ആണ് എന്ന് പറയാൻ റീസൺ തന്നെ റീപർച്ചേസ് ഇൻകം അവിടെ ഉണ്ടായത് കൊണ്ടാണ്. ശരിയല്ലേ? റീപർച്ചേസ് ഇൻകം ആണ് ശരിക്കും ഇതിനെ പാസീവ് മോഡൽ ബിസിനസ് ആക്കി മാറ്റുന്നത്. അതായത് ഒരു തവണ വന്ന കസ്റ്റമർ അദ്ദേഹത്തിന് വേണ്ടിയിട്ടോ അദ്ദേഹം റീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ നിരവധി പ്രൊഡക്റ്റുകൾ വീണ്ടും വീണ്ടും വാങ്ങി ഉപയോഗിക്കുകയോ റീറ്റെയിൽ ചെയ്യാൻ പർച്ചേസ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ അപ്പ് ലെവലിലുള്ള ആളുകൾക്ക്, അദ്ദേഹത്തിനെ റെഫർ ചെയ്ത ആ ട്രീയിലുള്ള ആളുകൾക്ക് മൊത്തത്തിൽ കിട്ടുന്ന ബെനിഫിറ്റ് ആണ് ഇതിന്റെ ഫ്യൂച്ചർ നിർണ്ണയിക്കുന്നത്. അതാണ് ഇതിന്റെ ഫ്യൂച്ചർ. അപ്പോ എല്ലാ കമ്പനികളുടെയും പ്ലാൻ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ ടീം ബോണസ് ഇതൊന്നും തന്നെ അല്ല ഫ്യൂച്ചർ ഇൻകം എന്ന് പറയുന്നത്. അത് റീപർച്ചേസ് ആണ്. അപ്പൊ റീപർച്ചേസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വീണ്ടും പർച്ചേസ് ചെയ്യുക എന്താണ്, അത് പ്രൊഡക്റ്റ് അല്ലേ?
അല്ലാതെ വേറെ ഒന്നല്ലല്ലോ. അപ്പൊ പ്രൊഡക്റ്റിന് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. അപ്പൊ റീപർച്ചേസ് ചെയ്യപ്പെടണമെങ്കിൽ അത്രയും റീപർച്ചേസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കണം. അതിന്റെ പ്രൈസിങ് ആയിക്കോട്ടെ, അതിന്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, അതിന്റെ മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രമേ ആളുകൾ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ വൺ ടൈം ആയിട്ട് പർച്ചേസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഐഡിയ കമ്പനിയിൽ ഉണ്ടാവും, അദ്ദേഹം മേ ബി വേറെ ഓപ്പർച്യൂണിറ്റിയിലേക്കോ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളിലേക്കോ പോയെന്നിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു ടീമിലുള്ള ആ ട്രെയിനുള്ള ആളുകൾക്ക് വരുമാനം കിട്ടും? ഒരിക്കലും തന്നെ കിട്ടത്തില്ല. ഇന്ന് കിട്ടുന്ന വരുമാനമേ ഉള്ളൂ നാളത്തേക്കുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് ആയിട്ട് ഒരിക്കലും തന്നെ അങ്ങനെയാണെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പൊ എല്ലാ കമ്പനികളോടും പറയാനുള്ള കാര്യം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് കാറ്റഗറി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക, നല്ല രീതിയിൽ വെൽനസ് ഉൽപ്പന്നങ്ങൾ ആഡ് ചെയ്യുക, ഗ്രോസറി സംതിങ് ആഡ് ചെയ്യുക. ഒരു കമ്പനിക്ക് ആ കമ്പനിയുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എന്നിരുന്നാൽ പോലും ഒരുപാട് ആളുകളിലേക്ക് ബിസിനസ് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട്, ആ ബിസിനസ്സുകളെ റീറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, റീപർച്ചേസ് ഇൻകം ഹെവി ലെവലിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ആ രീതിയിൽ പ്രൊഡക്റ്റിന് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. റീപർച്ചേസ് ഇൻകത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പോലും, അഥവാ പാസീവ് മോഡൽ ബിസിനസ് ആകുന്നതിൽ പ്രൊഡക്റ്റിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. കേരളത്തിലും ഇന്ത്യയിലൊക്കെ MLM ഇൻഡസ്ട്രിക്ക് റൂളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗിഫ്റ്റ്, ഗുജറാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഇതിന്റെ അടുത്ത് വന്ന ഒരു നോട്ടിൽ കൂടെ ഉണ്ടായ ഒരു കാര്യമാണ്, ഒരു നല്ലൊരു കമ്പനി അത് മാനുഫാക്ചറിങ് കമ്പനി ആയിരിക്കണം. MLM ഇൻഡസ്ട്രിയിലുള്ള കമ്പനി എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കണം? ഒരു മാനുഫാക്ചറിങ് കമ്പനി ആയിരിക്കണം. എന്താ മാനുഫാക്ചറിങ് ചെയ്യേണ്ടത്? ഓപ്പർച്യൂണിറ്റി ആണോ? അല്ല, പ്രൊഡക്റ്റ് ആണ് മാനുഫാക്ചറിങ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെയും മെൻഷൻ ചെയ്തത് പ്രൊഡക്റ്റിനെയാണ്. രണ്ടാമത് അവരുടെ ഒരു നോട്ടിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കമ്പനിയുടെ ടേൺ ഓവറിന്റെ 50% നടക്കേണ്ടത് അത് റീപർച്ചേസിലൂടെ ആയിരിക്കണം എന്നതാണ്. ഗുജറാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടും പറയുന്നത് തന്നെയാണ്, റീപർച്ചേസിലൂടെയാണ് ഒരു കമ്പനിയുടെ 50% ടേൺ ഓവറും ആനുവലി നടക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവിടെയും മെൻഷൻ ചെയ്യുന്നത് എന്ത് തന്നെയാണ്? റീപർച്ചേസിംഗും പ്രൊഡക്റ്റുകളും തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിന്റെ നമ്മൾ പറഞ്ഞ ടോപ്പിക്കിന്റെ പ്രാധാന്യം എന്തെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഉദാഹരണമായിട്ട് പറയാനുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നല്ല റീപർച്ചേസ് ഇൻകം കൊടുക്കത്തക്ക രീതിയിലുള്ള പ്ലാനുകൾ എല്ലാ കമ്പനിയിലും ഡെവലപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളും ഡെവലപ്പ് ചെയ്യണം. നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല പ്രൈസിങ്ങോട് കൂടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ പ്രൊവൈഡ് ചെയ്ത് ഈ ഒരു ഇൻഡസ്ട്രിനെ മികച്ച ഇൻഡസ്ട്രി ആയിട്ട് മാറ്റാൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു.